ലോകത്തിലെ ഏറ്റവും ശക്തൻ, കാലാന്തരങ്ങളിലും പ്രേക്ഷകപ്രിയൻ. ഒരു നീല സ്യൂട്ടും പുറകിൽ നീളത്തിൽ വീണ് കിടക്കുന്ന റെഡ് കോട്ടും ഇട്ട് അയാൾ ഗ്രാവിറ്റിയെ നാണം കെടുത്തി കൈവീശി വാനോളം പറക്കുന്നത് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും കണ്ടിരിക്കാൻ കൊതി തോന്നിപ്പിക്കുന്ന ഒരു അത്ഭുതമാണ്. അയാളുടെ ക്രിപ്റ്റോണിയൻ ജനന രഹസ്യമാണ് ഈ ഭൂമിയെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നതെന്ന് വിശ്വസിക്കുന്നതിൽ ഒരു പ്രത്യേക സുഖമുണ്ട്. അതിനെല്ലാം അപ്പുറം സൂപ്പർമാൻ എന്ന പേര് ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന സർവ്വ മനുഷ്യരുടെയും കുട്ടിക്കാലത്തിന്റെ ഗന്ധം കൂടെയാണ് കൂടെ കരുതുന്നത്. വീണ്ടും വീണ്ടും സൂപ്പർമാൻ ചിത്രങ്ങൾ എത്തുമ്പോൾ അതിൽ പ്രതീക്ഷയും നിരാശയും എക്സ്ട്രീമുകളിൽ പ്രകടിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. സൂപ്പർമാൻ നമ്മുടെ ഒക്കെയും സൂപ്പർ പേഴ്സണൽ സൂപ്പർ ഹീറോ ആയതുകൊണ്ട്. ഗാർഡിയൻ ഓഫ് ഗാലക്സിയുടെയും സൂസൈഡ് സ്ക്വാഡിന്റെയും എല്ലാം സംവിധായകൻ ജെയിംസ് ഗൺ ഒരുക്കുന്ന പുത്തൻ സൂപ്പർമാൻ എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. DC യൂണിവേഴ്സിന്റെ പുതിയ സീരീസ് ഓഫ് മൂവീസ് ആയ ചാപ്റ്റർ 1 ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സിലെ തന്നെ ആദ്യത്തെ ചിത്രമായാണ് സൂപ്പർമാൻ എത്തുന്നത്. 5 ചിത്രങ്ങളാണ് ഈ സീരീസിൽ ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടുള്ളത്. സൂപ്പർമാന് പുറമെ സൂപ്പർ ഗേൾ, ക്ലേഫേസ് എന്നീ ചിത്രങ്ങൾ അടുത്ത വർഷവും, ദി അതോറിറ്റി, ദി ബ്രേവ് ആൻഡ് ദി ബോൾഡ്, സ്വാപ് തിങ് എന്നീ ചിത്രങ്ങൾ അതിനടുത്ത വർഷങ്ങളിലായും പുറത്തിറങ്ങും. ഇതേ ചാപ്റ്ററിൽ തന്നെ ക്രീച്ചർ കമാൻഡോസ്, പീസ് മേക്കർ, ലാന്റേൺസ്, വാളർ, പാരഡൈസ് ലോസ്റ്റ്, ബൂസ്റ്റ് ഗോൾ തുടങ്ങിയ ടെലിവിഷൻ ഷോകളും പുറത്തിറങ്ങും. ഇതിലേക്കെല്ലാമുള്ള തുടക്കം കൂടിയാണ് ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ. ഇതിനു മുൻപിറങ്ങിയ ചിത്രങ്ങളുടെ സീക്വലോ പ്രീക്വലോ അല്ല ഇത്. അത് പൂർണ്ണമായൊരു റീബൂട്ടാണ്. മുൻപ് DC സ്റ്റുഡിയോസ് DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ് അനൗൺസ് ചെയ്തതിലെ ആദ്യ ചിത്രമായിരുന്ന മാൻ ഓഫ് സ്റ്റീലും സൂപ്പർമാന്റെ റീബൂട്ട് തന്നെയായിരുന്നു. എന്നാൽ ഹെൻറി കാവലിന്റെ സൂപ്പർമാനേക്കാൾ യങ് വേർഷനാണ് ഡേവിഡ് കോറൻസ്വെറ്റ് അവതരിപ്പിക്കുന്നതെന്ന് സംവിധായകൻ പറഞ്ഞിരുന്നു. സൂപ്പർമാന്റെ കഥയെ പൂർണ്ണമായും പൊളിച്ചെഴുതുകയാണ് പുതിയ ചിത്രത്തിലെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. കാസ്റ്റിനെ റീപ്ലേസ് ചെയ്യുമെങ്കിലും കഥാപാത്രങ്ങളെ അങ്ങനെ തന്നെ നിലനിർത്തും. മറ്റ് ചിത്രങ്ങളുടെ തുടർച്ചയല്ലെങ്കിൽ പോലും സൂപ്പർമാൻ കാണുന്നതിന് മുൻപ് ആരാണ് സൂപ്പർമാൻ എന്നും പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയെന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ആരാണ് സൂപ്പർമാൻ? ക്രിപ്റ്റോൺ എന്ന പ്ലാനറ്റിലെ ശാസ്ത്രജ്ഞരായ ജോറലിന്റെയും ലാറ ലോർവാന്റെയും മകനാണ് കാൾ-എൽ എന്ന സൂപ്പർമാൻ. ക്രിപ്റ്റോൺ എന്ന പ്ലാനറ്റിന്റെ നാശം മുൻകൂട്ടി പ്രവചിച്ച ജോർ മകനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. കാൾ വന്നിറങ്ങുന്നത് ഭൂമിയിലെ കാൻസാസിലെ സ്മോൾവില്ലേക്ക് പുറത്തുള്ള ഒരു വയലിലും. അവിടെ നിന്നും കർഷക ദമ്പതികളായ ജൊനാഥനും മാർത്ത കെന്റും അവനെ കണ്ടെത്തി ക്ലാർക്ക് കെന്റ് എന്ന പേര് നൽകി വളർത്തുകയാണ്. സ്മോൾവില്ലിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ക്ലാർക്ക് മെട്രോപോളിസിലെ ഡെയിലി പ്ലാനറ്റ് പത്രത്തിൽ ജേർണലിസ്റ്റായി ജോലി ചെയ്തു വരവെയാണ് സൂപ്പർമാനായി മാറുന്നത്. അവിടെ വെച്ചാണ് ക്ലാർക്ക് പ്രണയിനിയായ ലൂയിസ് ലെയിനിനെ പരിചയപ്പെടുന്നതും അടുക്കുന്നതും. പിന്നീടുണ്ടാകുന്ന സംഭവങ്ങളാണ് പുതിയ ചിത്രത്തിലെ ഇതിവൃത്തം. എന്തൊക്കെയാണ് സൂപ്പർമാന്റെ ശക്തികൾ? ക്രിപ്റ്റോണിയൻ ഫിസിയോളജി ഉള്ള ക്ലാർക്കിന് ശരീരത്തിലെ സെല്ലുകളിൽ സോളാർ എനർജി സ്റ്റോർ ചെയ്യാനുള്ള പ്രത്യേക കഴിവുണ്ട്. അത് ഭൂമിയിലെ വേറെ ഏതൊരു ജീവനേക്കാളും വേഗതയും ശക്തിയും ക്ലാർക്കിലുണ്ടാക്കും. ദൂരെ നിന്നുള്ള ശബ്ദങ്ങൾ കേൾക്കാനും ദൃശ്യങ്ങൾ കാണാനും വായുവിന്റെ ഗതി നിർണ്ണയിക്കാനുമുള്ള കഴിവുണ്ടാകും. അതേസമയം അയാൾ വൾണറബിൾ ആണ്. എങ്ങനെ വീണാലും ഇടിച്ചാലും ദേഹത്തൊരു മുറിവ് പോലും സൂപ്പർമാന് പറ്റില്ല. ബുള്ളറ്റ് പ്രൂഫുമാണ് ക്രിപ്റ്റോണിയൻ സ്കിൻ. അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും പറക്കാം, താഴെ വീഴാം. ഇരുട്ടിലും സ്പേസിലും സോളാർ എനർജി മെറ്റബോളൈസ് ചെയ്യാൻ സൂപ്പർമാന് സാധിക്കുമെങ്കിലും അയാളുടെ ക്രിപ്റ്റോണിയൻ സെല്ലുകൾക്ക് മഞ്ഞ സൂര്യനിൽ നിന്നും നീല സൂര്യനിൽ നിന്നും മാത്രമേ എനർജി സ്വീകരിക്കാനാവൂ. ചുവന്ന സൂര്യനിൽ നിന്നും ശക്തി നേടാൻ സൂപ്പർമാന് കഴിവില്ല. ഇനി എന്താണ് DC യൂണിവേഴ്സ്? ഈ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ ഹൈ ഗ്രോസിംഗ് കളക്ഷൻ എതിരാളികളെ ഭയപ്പെടാതെ നേടിയിരുന്ന പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു DC. ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഡാർക്ക് നൈറ്റ് 1 ബില്യണ് മേൽ കളക്ട് ചെയ്തുകൊണ്ട് ചരിത്രത്തിൽ ഇടം നേടി. ആനിമേറ്റഡ് യൂണിവേഴ്സിലും DCയുടെ ക്വാളിറ്റിക്കൊപ്പം എത്താൻ മാർവലിനും സാധിച്ചിരുന്നില്ല. എന്നാൽ മാർവൽ ചിത്രമായ അയൺമാൻ പുറത്തിറങ്ങിയതോടെ, കൃത്യമായി പറഞ്ഞാൽ 2008 DC അവരുടെ നിലനിൽപ്പിനെ ഏൽക്കാൻ പോകുന്ന ആഘാതം തിരിച്ചറിഞ്ഞു തുടങ്ങി. സ്റ്റാൻഡ് അലോൺ ചിത്രങ്ങൾക്ക് പകരം വിവിധ യൂണിവേഴ്സുകളിൽ നിന്നായി കഥാപാത്രങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയും ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ഷെയർഡ് യൂണിവേഴ്സ് ചിത്രങ്ങളുടെ പരീക്ഷണം വിജയിച്ചതോടെ കോമിക് ചിത്രങ്ങളിൽ മാർവൽ അവരുടെ ആധിപത്യം ഉറപ്പിച്ചു. ഇന്ന് മോളിവുഡും കോളിവുഡും അടക്കം എല്ലാ ഇൻഡസ്ട്രികളും സധൈര്യം ഷെയർഡ് യൂണിവേഴ്സുകൾ നിരത്തുന്നത് പോലെയല്ല. അന്ന് മറ്റൊരു ഹോളിവുഡ് സ്റ്റുഡിയോസും അത്തരമൊരു ഉദ്യമത്തിന് തയ്യാറായിരുന്നില്ല. പിന്നീട് മാർവൽ സ്റ്റുഡിയോസിന്റെ നിരവധി ചിത്രങ്ങൾ പുറത്തിറങ്ങി. അവഞ്ചേഴ്സ് സൂപ്പർ ഹീറോ മൂവി ചരിത്രത്തിലെ ലാൻഡ്മാർക്കായി മാറി. പക്ഷേ അവരുടെ കോമിക്കുകളിലെ തന്നെ മുഖ്യ ഹീറോസായ സ്പൈഡർമാൻ, എക്സ്മാൻ, ഫെന്റാസ്റ്റിക് ഫോർ തുടങ്ങിയ കഥാപാത്രങ്ങളുടെ റൈറ്റ്സ് പൂർണ്ണമായും കൈവശമില്ലാതിരുന്നത് മാർവലിന് തിരിച്ചടിയായിരുന്നു. അതേസമയം മിക്ക കോമിക്കുകളുടെയും സൂപ്പർ ഹീറോസിന്റെയും പൂർണ്ണ റൈറ്റ്സ് കൈവശമുണ്ടായിരുന്ന DC കൂടുതൽ പവർഫുള്ളായി അവരുടെ യൂണിവേഴ്സിനെ ബിൽഡ് ചെയ്യാൻ തീരുമാനിക്കുന്നിടത്താണ് DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിന്റെ ജനനം. ആ പേര് DCയുടെ സ്വന്തമല്ല. 2015 ജൂലൈ 1 അച്ചടിച്ചു വന്ന ഒരു അമേരിക്കൻ വീക്കിലിയിലെ നിരൂപണത്തിൽ ഉപയോഗിച്ച വാക്കാണ് പിന്നീട് ജനകീയമാവുകയും മാധ്യമങ്ങൾ ഔദ്യോഗികമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തത്.
പിന്നീട് DC തന്നെ അത് ഔദ്യോഗികമായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 2013 ക്രിസ്റ്റഫർ നോളൻ തന്നെ കഥ എഴുതുകയും സാക്ക് സ്നൈഡർ സംവിധാനം ചെയ്യുകയും ചെയ്ത മാൻ ഓഫ് സ്റ്റീൽ പുറത്തിറങ്ങി. ചിത്രത്തിലെ സൂപ്പർമാൻ വേർഷനോട് പലരും അതൃപ്തി പ്രകടിപ്പിച്ചെങ്കിലും ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടക്കം പ്രശംസ നേടി. $670 മില്യൺ പുതിയ സൂപ്പർമാന്റെ നേട്ടം. സൂയിസൈഡ് സ്ക്വാഡ്, വണ്ടർ വുമൺ, ജസ്റ്റിസ് ലീഗ്, അക്വാമാൻ തുടങ്ങി 16 ചിത്രങ്ങൾ ഇതേ യൂണിവേഴ്സിൽ പുറത്തിറങ്ങി. 2022 DCEUവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ യൂണിവേഴ്സായ DCU രൂപപ്പെടുന്നത്. ചാപ്റ്ററുകളായി എത്തുന്ന DCU സിനിമകളിലെ ആദ്യ ചാപ്റ്ററാണ് സൂപ്പർമാൻ അടങ്ങുന്ന ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ്. DC കോമിക്സ് അഡാപ്റ്റേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി ലൈവ് ആക്ഷൻ സിനിമകളും ടെലിവിഷൻ ഷോകളും ആനിമേഷനുകളും വീഡിയോ ഗെയിമുകളുമായാണ് DCയിലെ സിനിമകൾ എത്തുക. ഈ കഥയിൽ നിന്നും വ്യത്യസ്ത പശ്ചാത്തലത്തിലാണെങ്കിൽ അത് DC എൽസ് വേൾഡ് എന്ന ലേബലിൽ വ്യത്യസ്തമായി തന്നെ പുറത്തിറക്കുകയും ചെയ്യും. കൂടുതൽ സിസ്റ്റമിക് ആവുകയാണ് DC. എന്തായിരുന്നാലും പുതിയ സൂപ്പർമാൻ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം.